ഹരിനാമ കീർത്തനം തുഞ്ചത്ത് ആചാര്യർ എഴുതിയ ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പൂർണ്ണമായ അദ്വൈത അനുഭവം മാത്രമേ മനുഷ്യ മനസ്സിന് പരമമായ ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യൂ. ദ്വിതീയാദ്വൈ ഭയം ഭവതി. രണ്ടിൻ്റെ തോന്നലിൽ നിന്നാണല്ലോ ഭയമുളവാകുന്നത് എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപനം. അതുകൊണ്ട് രണ്ടിൻ്റെ ഭയം പൂർണ്ണമായി മാറിക്കിട്ടണേ എന്നാണ് ആചാര്യർ രണ്ടാം ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. രണ്ടാം ശ്ലോകം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ. പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമഃ. ഒന്നായ നിന്നെ, ഒന്നു മാത്രവും രണ്ടില്ലാത്തതുമായ അങ്ങയെ ഇഹ ഈ പ്രപഞ്ചത്തിൽ രണ്ടെന്നു കണ്ടളവിൽ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായപ്പോൾ ഉണ്ടായൊരിണ്ടൽ വന്നുചേർന്ന ദുഃഖം മിണ്ടാവതല്ല, പറഞ്ഞറിയിക്കാൻ വയ്യ. ബത ആശ്ചര്യം. മമ എനിക്ക് പണ്ടേ കണക്കെ പലതായി വേർതിരിഞ്ഞിരുന്നതുപോലെ കാണാനിടയായതിനു മുൻപ് എങ്ങനെ ആയിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി വരുവാൻ, അനുഭവിക്കുവാൻ നിൻ കൃപാവലികൾ അങ്ങയുടെ കാരുണ്യവർഷം എങ്കലിഹ എന്നിൽ ഈ ജീവിതത്തിൽ ഉണ്ടാകണേ. ഹരിനാരായണായ നമഃ. പാപഹാരിയായ നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം. ഒന്നു മാത്രമായി രണ്ടില്ലാതെ വിളങ്ങുന്ന അങ്ങയെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായതോടെ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ. ആശ്ചര്യം. എനിക്ക് പലതായി തോന്നുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി അനുഭവിക്കുവാൻ അങ്ങയുടെ കാരുണ്യവർഷം എന്നിൽ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണേ. അല്ലയോ പാപഹാരിയായ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഒന്നായ നിന്നെ, ഓംകാരമായ പൊരുളിൽ ആങ്കാരങ്ങൾ ആവിർഭവിക്കുന്നതോടെ ആവിർഭവിക്കുന്നതോടെയാണ് ഒന്നായ സത്യത്തിൽ പലതിൻ്റെ തോന്നലുണ്ടാകുന്നത്. മായയുടെ സൂക്ഷ്മരൂപമായ അന്തഃക്കരണത്തിൽ പ്രതിബിംബിക്കുന്ന ബോധാംശങ്ങളാണ് അഹങ്കാരങ്ങൾ. സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ മായാരൂപങ്ങളെ അഹങ്കാരങ്ങൾ അനുഭവിച്ചറിയുന്നതാണല്ലോ പ്രപഞ്ചാനുഭവം. ജീവന്മാർക്കാണ് പ്രപഞ്ചാനുഭവം. അഹന്താരൂപത്തിലുള്ള ജീവൻ മായാനിർമ്മിതങ്ങളായ സൂക്ഷ്മ സ്ഥൂല ജഡദൃശ്യങ്ങളെ അറിഞ്ഞനുഭവിക്കുന്നത് തന്നെയാണ് പ്രപഞ്ചാനുഭവം. അപ്പോൾ പ്രപഞ്ച അനുഭവത്തെ അനുഭോക്താക്കളായ ജീവന്മാരെന്നും അനുഭവിക്കപ്പെടുന്ന ജഡദൃശ്യങ്ങളെന്നും രണ്ടായി തിരിക്കാം. ഇവയിൽ ബ്രഹ്മശക്തിയായ മായ സ്പന്ദിച്ച് ഉണ്ടാക്കി കാണിക്കുന്നവയാണ് ജഡദൃശ്യങ്ങൾ. ശക്തിയുടെ സൂക്ഷ്മരൂപങ്ങളായ അന്തഃക്കരണങ്ങളിൽ പ്രതിബിംബിക്കുന്ന ബ്രഹ്മ അംശങ്ങളാണ് ജീവന്മാർ. ശക്തി സ്പന്ദിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ്
ജീവന്മാരോ ജഡദൃശ്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് തീർച്ച. അപ്പോൾ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശക്തി ബ്രഹ്മസ്വരൂപത്തിൽ ലയിച്ച് ഒളിഞ്ഞു കിടന്നിരുന്നു. ഈ വസ്തു രഹസ്യമാണ് ഛാന്തോക്യ ഉപനിഷത്ത് സദേവ സൗമ്യ ഇതമഗ്ര ആസീദേകമേവാദ്വിതീയം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഒന്നു മാത്രവും രണ്ടില്ലാത്തതുമായ സത്തയായിരുന്നു. ഇവിടെ ആദികാരണമായ ബ്രഹ്മത്തിൽ ഭേദം നിഷേധിക്കാൻ ഉപനിഷത്ത് ഒന്നു മാത്രം, രണ്ടില്ലാത്തത് എന്ന് 3 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പദാർത്ഥങ്ങൾക്ക് 3 തരം ഭേദങ്ങളാണ് കാണപ്പെടുന്നത്: സ്വഗത ഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഒരു വൃക്ഷത്തിൽ തന്നെ ഇല, പുഷ്പം, കായ് എന്നിങ്ങനെ കാണുന്ന ഭേദമാണ് സ്വഗത ഭേദം. ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തിൽ നിന്നും ഭിന്നമാണ്. ഇതാണ് സജാതീയ ഭേദം. വൃക്ഷം, കല്ല് മുതലായ മറ്റു പദാർത്ഥങ്ങളിൽ നിന്നും ഭിന്നമാണ്. ഇതത്രേ വിജാതീയ ഭേദം. ഒന്ന് മാത്രം രണ്ടില്ലാത്തത് എന്ന 3 പദങ്ങൾ കൊണ്ട് ഉപനിഷത്ത് സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സത്തയിൽ ഈ 3 വിധ ഭേദങ്ങളെയും നിഷേധിച്ചിരിക്കുകയാണ്. അഹങ്കാരങ്ങളും മായാജഡ ദൃശ്യങ്ങളും ആവിർഭവിക്കുന്നതിനു മുമ്പ് ബ്രഹ്മത്തിന് വൃക്ഷത്തിനെന്ന പോലെ അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല. വൃക്ഷത്തിന് ഭിന്നമായ മറ്റൊരു വൃക്ഷമുണ്ടായിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിന് ഭിന്നമായ വേറൊരു ബ്രഹ്മവും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇനി വൃക്ഷത്തിന് കല്ല് മുതലായ ഇതര പദാർത്ഥങ്ങളുമായി വിജാതീയ ഭേദമുണ്ടായിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിന് വല്ല വിജാതീയ ഭേദമുണ്ടായിരുന്നിരിക്കുമോ? ഉണ്മയായ ബ്രഹ്മത്തിൻ്റെ വിജാതീയ ഭേദം ഇല്ലായ്മയാകാനല്ലേ പറ്റൂ. ഇല്ലാത്തതുമായി ഉള്ളതിന് ഭേദമേ സാധ്യമല്ല. അതുകൊണ്ട് വിജാതീയ ഭേദവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് ജഗത്ത് ഒന്നു മാത്രവും രണ്ടില്ലാത്തതുമായ സത്തയായ ബ്രഹ്മമായിരുന്നു. ഒന്ന് എന്നുള്ളതുകൊണ്ട് സ്വഗതഭേദവും മാത്രം എന്നുള്ളതുകൊണ്ട് സജാതീയ ഭേദവും രണ്ടില്ലാത്തത് എന്നുള്ളതുകൊണ്ട് വിജാതീയ ഭേദവും ഉപനിഷത്ത് ബ്രഹ്മത്തിൽ നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെ സർവഭേദരഹിതവും പ്രപഞ്ചത്തിൻ്റെ പരമകാരണവും ശുദ്ധബോധസ്വരൂപവുമായ ബ്രഹ്മത്തെയാണ് ആചാര്യർ ഒന്നായ നിന്നെ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇഹ രണ്ടെന്നു കണ്ടളവിൽ. പ്രപഞ്ചം സത്യമെന്ന് തോന്നുന്നിടത്തോളമേ ദ്വൈതത്തിന് സ്ഥാനമുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ പരമകാരണ അന്വേഷണമാണ് സത്യാന്വേഷണം. ഉണ്ടായി മറയുന്ന നിരവധി പ്രപഞ്ചനാമരൂപങ്ങളെ കണ്ടിട്ട് ഇവ ഏതിൽ നിന്നുണ്ടായി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചു ലയിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കുത്തരം കണ്ടുപിടിക്കാനാണ് ഉപനിഷത്തിലെ സത്യജിജ്ഞാസുക്കൾ യത്നിച്ചത്. തുടർന്ന് ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഏതില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ആ ഏകവസ്തുവിനെ അവർ അന്വേഷിച്ചു. അതോടെ അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമെന്ന് തെളിഞ്ഞു. ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന ലളിതവും അനിഷേധ്യവുമായ യുക്തിയും അവർ പ്രഖ്യാപിച്ചു. സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്ന വിഭിന്ന നാമരൂപങ്ങളുടെ പരമകാരണം സ്വർണമാണ്. ആഭരണങ്ങളായി കാണപ്പെടുന്ന നാമരൂപങ്ങളോ വിശേഷിച്ച് വസ്തുസത്തയില്ലാതെ സ്വർണത്തിൽ ഉണ്ടായി മറയുന്ന കാഴ്ചകൾ. അതുപോലെ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമെങ്കിൽ ഉണ്ടായി മറയുന്ന പ്രപഞ്ചനാമരൂപങ്ങൾ ബോധഭിന്നമായ വസ്തുസത്തയൊന്നുമില്ലാതെ അതിൽ ഉണ്ടായി മറയുന്ന കാഴ്ചകൾ തന്നെ. ഇവിടെ ഒരാൾക്ക് 2 തരം അനുഭവമുണ്ടാകാം. ആഭരണങ്ങൾ നിരത്തി വച്ചിരിക്കുന്നിടത്ത് ആഭരണനാമരൂപങ്ങൾ സത്യമെന്ന് ധരിക്കാം. അതുപോലെ ഒരാൾ പ്രപഞ്ചത്തെ നോക്കി ഉണ്ടായി മറയുന്ന പ്രപഞ്ചനാമരൂപങ്ങളെ സത്യമെന്ന് ധരിക്കാം.
രണ്ടിടത്തും വസ്തുബോധമില്ലാത്ത അജ്ഞത നിമിത്തമാണ് പലതുണ്ടെന്ന് ധരിക്കാനിടയാകുന്നത്. നേരെമറിച്ച് ഒരാൾ ആഭരണങ്ങളിൽ സർവത്ര അവയുടെ പരമകാരണമായ സ്വർണത്തെ കാണുന്നുവെന്നിരിക്കട്ടെ, അയാൾക്ക് പലതിലൊന്നേ കാണാനുള്ളൂ. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ അഖണ്ഡബോധത്തെ മനനധ്യാനത്തിൽ കൂടി കണ്ടറിഞ്ഞിട്ടുള്ളയാൾക്ക് പലതായി കാണുന്ന പ്രപഞ്ചനാമരൂപങ്ങളിൽ ബോധസ്വരൂപമായ ഒരൊറ്റ വസ്തുവിനെ മാത്രമേ കാണുവാനുണ്ടാകുകയുള്ളൂ. തുഞ്ചത്താചാര്യനെ പോലുള്ള ഋഷീശ്വരന്മാർ സർവഥാ ഈ സത്യം സാക്ഷാത്കരിച്ച് അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അപ്പോൾ പരമകാരണമായ വസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് പ്രപഞ്ചാനുഭവത്തിൽ പലത് സത്യമാണെന്ന് ഭ്രമിക്കാൻ ഇടവരുന്നത്. ഈ അജ്ഞതയെ തന്നെയാണ് വേദാന്തശാസ്ത്രം അവിദ്യ എന്ന് വിളിക്കുന്നത്. അവിദ്യ ഉളവാക്കുന്ന പ്രപഞ്ചമെന്ന ഈ ദ്വൈത അനുഭവത്തെ ചൂണ്ടിക്കൊണ്ടാണ് ഇഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഉണ്ടായൊരിണ്ടൽ മിണ്ടാവതല്ല ബത. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെ 5 എണ്ണമാണ് ജീവിത ക്ലേശങ്ങൾ. പതഞ്ജലി യോഗസൂത്രത്തിൽ ഈ 5 ക്ലേശങ്ങളെയും വിവരിച്ചിട്ടുണ്ട്. പ്രപഞ്ചമായി കാണപ്പെടുന്ന വസ്തു എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും ഉള്ള അറിവില്ലായ്മയാണ് അവിദ്യ. അവിദ്യയെ തുടർന്നുണ്ടാവുന്നവയാണ് മറ്റെല്ലാ ക്ലേശങ്ങളും. അവിദ്യ ഞാൻ എന്ന അഹങ്കാരത്തിന് ശക്തി കൂട്ടുന്നു. ഞാൻ എന്ന ഭാവമാണ് അസ്മിത. ഞാൻ എന്ന ഭാവത്തിന് ശക്തി കൂട്ടുന്നതോടെ എനിക്ക് ചിലതിനോടൊക്കെ ഇഷ്ടവും മറ്റു ചിലതിനോടൊക്കെ അനിഷ്ടവും വന്നു ചേരുന്നു. ചിലതിനോടുള്ള ഇഷ്ടമാണ് രാഗം, മറ്റു ചിലതിനോടുള്ള അനിഷ്ടമാണ് ദ്വേഷം. തുടർന്ന് ഇന്നുള്ള ദേഹം ഒരു വിധത്തിലും നഷ്ടപ്പെടരുത് എന്ന ചിന്തയുദിക്കുന്നു. ഈ മരണഭയമാണ് അഭിനിവേശം. ഈ ക്ലേശങ്ങളുടെ ഫലമായി ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെ 3 തരം ദുഃഖങ്ങൾ സദാ തുടർന്ന് അനുഭവിക്കേണ്ടി വരുന്നു. ജനനം, മരണം, ജര, വ്യാധി എന്നിവയും കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം എന്ന് തുടങ്ങിയവയുമാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ശരീരത്തെ ബാധിക്കുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ജനനം, മരണം തുടങ്ങിയവ മാംസമയമായ സ്ഥൂലദേഹത്തിന് വന്നുചേരുന്ന ദുഃഖങ്ങളാണ്. കാമം, ക്രോധം മുതലായ അന്തഃക്കരണമെന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിന് വന്നുചേരുന്ന ദുഃഖങ്ങളാണ്. ഉറക്കത്തിലെ കാരണശരീരം ഉളവാക്കുന്ന ആധ്യാത്മിക ദുഃഖമാണ് അജ്ഞത. ഭൂകമ്പം, കൊടുങ്കാറ്റ്, അഗ്നിബാധ, വെള്ളപ്പൊക്കം ഇവയൊക്കെയാണ് ആദിഭൗതിക ദുഃഖങ്ങൾ. പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചു വന്നുചേരുന്ന ദുഃഖങ്ങളാണ് ആദിഭൗതിക ദുഃഖങ്ങൾ. വിധിവശാൽ യാദൃച്ഛികമായി വന്നുചേരുന്ന ദുഃഖങ്ങളാണ് ആദിദൈവിക ദുഃഖങ്ങൾ. അപ്രതീക്ഷിതമായി വന്നുചേരുന്ന അപകടങ്ങളെല്ലാം അതിൽപ്പെടുന്നു. മനുഷ്യർ പരസ്പരം ഉണ്ടാക്കി തീർക്കുന്ന യുദ്ധം, കൊള്ള, കൊല ഇവയൊക്കെയും കർമ്മഗതി അനുസരിച്ച് വന്നുചേരുന്ന ആദിദൈവിക ദുഃഖങ്ങളാണ്. ഈ ദുഃഖങ്ങളെക്കുറിച്ചുള്ള നിരന്തര ഭയമാണ് എല്ലാറ്റിലും വലിയ ദുഃഖം. സദാ ചലിച്ച് പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ജീവിതം ഇങ്ങനെ നിരന്തരം ദുഃഖസങ്കുലവും ഭയാകുലവുമാണ്. സത്യമറിയാൻ യത്നിക്കാത്തവർക്ക് ഈ ദുഃഖങ്ങളും ഭയവും സദാ കൂടി വരികയും ചെയ്യും. വെറും അറിവില്ലായ്മ അഥവാ അവിദ്യ ഉണ്ടാക്കി തീർക്കുന്ന ഈ ക്ലേശ, ദുഃഖ, ഭയ കോലാഹലത്തെക്കുറിച്ച് ആശ്ചര്യം എന്നല്ലാതെ മറ്റെന്തു പറയാൻ? ഇത്രയും വെളിപ്പെടുത്താനാണ് ഉണ്ടായൊരിണ്ടൽ മിണ്ടാവതല്ല ബത എന്ന് ആചാര്യർ പ്രസ്താവിച്ചിരിക്കുന്നത്. പണ്ടേ കണക്കെ വരുവാൻ. ക്ലേശകരങ്ങളായ ജീവിത ദുഃഖങ്ങളും ഭയവും ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ: ദുഃഖത്തിൻ്റെ മൂലകാരണം ഒഴിവാക്കുക. ഉപരിതലത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതുകൊണ്ട് മാത്രം ഒന്നുമായില്ല. ഉപരിതലത്തിലെ എല്ലാ പരിഷ്കാരങ്ങളും ദുഷ്ടുക്കിടക്കെ വ്രണം വരട്ടുന്നതിന് തുല്യമാണ്. വ്രണം വരട്ടുന്നതോടൊപ്പം ദുഷ്ടുമാറ്റാൻ കൂടി യത്നിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വരണ്ടെന്നു തോന്നിയ വ്രണം ഏതു നിമിഷവും പൊട്ടിപ്പഴുപ്പൊലിപ്പിച്ചെന്നു വരും.
ദുഃഖത്തിൻ്റെ മൂലകാരണം അവിദ്യയാണ്. ഒന്നിൽ പലതുണ്ടെന്ന് ഭ്രമിക്കുന്നതാണ് അവിദ്യ. അത് മാറണം. ഇതിന് കാര്യകാരണ ചിന്ത വഴി നിലനിൽപ്പിന് ആശ്രയമായ പരമകാരണ വസ്തുവിനെ കണ്ടുപിടിക്കണം. ആധുനിക ശാസ്ത്രം തന്നെ ഇന്ന് ഒരതിരുവരെ ഈ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജഡം അഥവാ മാറ്റർ എന്നൊന്നില്ലെന്നും ശക്തിസ്പന്ദന രൂപത്തിലുള്ള പ്രാണപ്രവാഹം അഥവാ എനർജി മാത്രമേ ഉള്ളുവെന്നും ആധുനിക ശാസ്ത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജഡനാമരൂപമായി കാണപ്പെടുന്ന സകലതും പ്രാണപ്രവാഹത്തിൻ്റെ രൂപാന്തരങ്ങൾ മാത്രം. ജഡനാമരൂപങ്ങളായി കാണപ്പെടുന്ന സകലതും പ്രാണപ്രവാഹത്തിൻ്റെ രൂപാന്തരങ്ങൾ മാത്രം. ഉപനിഷത്തുക്കൾ ഏകകണ്ഠമായി ഇക്കാര്യം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. ജഡപ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ശക്തിപ്രവാഹത്തിൻ്റെ ഉറവിടം ഏതെന്ന് മാത്രമേ ഇനി ആധുനിക ശാസ്ത്രത്തിന് തന്നെയും തെളിയിക്കേണ്ടതായിട്ടുള്ളൂ. ഇക്കാര്യം മാത്രം പുറമേ അന്വേഷിച്ചാൽ ഒരിക്കലും കണ്ടുകിട്ടുകയില്ല എന്നാണ് വേദാന്ത മതം. അതുകൊണ്ടാണ് ഭാരതീയ ചിന്തകന്മാർ അന്തർമുഖരായി അന്വേഷണം ഉള്ളിലേക്ക് തിരിച്ചുവിട്ടത്. തുടർന്ന് ശക്തിപ്രവാഹത്തിൻ്റെ ഉറവിടമായ അഖണ്ഡ നിശ്ചല ബോധത്തെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സർവത്ര ഇടതിങ്ങി നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന ആ ബോധം ഉണ്ടാകുന്നതോ നശിക്കുന്നതോ അല്ലെന്നും സംശയാതീതമായി തെളിഞ്ഞു. ഇത് തെളിഞ്ഞതോടെ പ്രപഞ്ച രഹസ്യം മുഴുവൻ അവർക്ക് തുറന്നു കിട്ടി. സനാതനമായ അഖണ്ഡബോധ സത്തയിൽ അതിൻ്റെ ശക്തി സ്പന്ദിച്ചുണ്ടാക്കി അഴിക്കുന്നതാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. ഒരിക്കൽ കൂടി വായിക്കാം. സനാതനമായ അഖണ്ഡബോധ സത്തയിൽ അതിൻ്റെ ശക്തി സ്പന്ദിച്ചുണ്ടാക്കി അഴിക്കുന്നതാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. പുതുതായി ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും നശിക്കുന്നുമില്ല. നിശ്ചലബോധ വസ്തുവിൽ ശക്തി ഒളിഞ്ഞു കിടക്കുന്നു. അത് പുറത്തു വന്നു. ശക്തിയിൽ പ്രപഞ്ചനാമരൂപങ്ങൾ ഒളിഞ്ഞു കിടന്നു. അവ പുറത്തു വന്നു. വസ്തുവിൽ ഉള്ളതാണ് ശക്തി. വസ്തുവിൽ ഉള്ളതാണ് ശക്തി. ശക്തിയിൽ ഉള്ളവയാണ് കാര്യരൂപങ്ങൾ. അവ ചിലപ്പോൾ തെളിയുന്നു, ചിലപ്പോൾ ഒളിയുന്നു. ഒന്നും പുതുതായി ഉണ്ടാകുന്നുമില്ല, അന്തിമമായി നശിക്കുന്നുമില്ല. വസ്തു ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ഇക്കാര്യം തെളിഞ്ഞ് അനുഭവഗോചരമായാൽ ഈ ജീവിതം ഒരു നാടകം പോലെ അഭിനയിച്ചു തീർക്കാനേയുള്ളൂ. ഇവിടെ ദുഃഖത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ദുഃഖിച്ചതുകൊണ്ട് വസ്തു സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നതല്ല. അപ്പോൾ അവനവൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചുകൊണ്ട് വസ്തുവിൻ്റെ അദ്വൈത സ്ഥിതി അനുഭവിച്ചറിയാൻ നിരന്തരം യത്നിക്കേണ്ടതാണ്. ഇടയ്ക്കു കയറി വന്ന അവിദ്യയാണല്ലോ പലതു കാട്ടി ഈ കുഴപ്പമെല്ലാം വരുത്തി വെച്ചത്. അവിദ്യ മാറി ആദ്യമേ തന്നെയുള്ള അദ്വൈത സ്ഥിതി ബോധിക്കലാണ് പണ്ടേ കണക്കേ വരിക. നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കൽ ഗുരുകാരുണ്യവും ഈശ്വരകാരുണ്യവും കൊണ്ട് മാത്രമേ വസ്തുബോധം തെളിയൂ. കരുണാമയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു ശിഷ്യൻ്റെ അപൂർണതകളും തെറ്റുകളും കണ്ടറിഞ്ഞ് അപ്പപ്പോൾ തിരുത്തി അവനെ സത്യത്തോടടുപ്പിക്കുന്നു. സാധനാനുഷ്ഠാനങ്ങളിലും അനുഭൂതി ദശകളിലും കൂടെ ഉണ്ടാകാവുന്ന സംശയങ്ങളെല്ലാം തീർത്ത് മുന്നോട്ട് നയിക്കുന്നു. ഇതാണ് ഗുരുകാരുണ്യം. ഗുരുകാരുണ്യം ലഭിച്ച് സാധനാനുഷ്ഠാനങ്ങൾ ശക്തിപ്പെട്ട് സംശയങ്ങൾ തീരുന്നതോടെ ഉള്ളിൽ ആത്മവസ്തു തെളിഞ്ഞ് ചിത്തപ്രസാദ രൂപത്തിലുള്ള സമാധി അനുഭവ വിഷയമായി തീരുന്നു. നിസ്സംഗത്വവും ഏകാഗ്രതയും വളരുന്നതോടെ സവികൽപ്പ സമാധി ദശകൾ കടന്ന് നിർവികൽപ്പ ദശയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ഈശ്വര സാന്നിധ്യം സർവത്ര പ്രത്യക്ഷ അനുഭവമായി തീരുന്നു. ഇതുതന്നെയാണ് ഈശ്വര കാരുണ്യം. ഗുരുകാരുണ്യവും ഈശ്വരകാരുണ്യവും ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയാണ് നിൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിഹ എന്ന ഭാഗത്തിൽ. ഗുരുവന്ദനവും അദ്വൈത ബോധ അനുഭവത്തിനായി ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും കാരുണ്യം വേണമെന്നുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് ലക്ഷ്യം നേടാനുള്ള ചില പ്രധാന സാധനാക്രമങ്ങളും അനുഭവസ്വരൂപവും വിവരിക്കുകയാണ് ആചാര്യർ 3-ാം പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.